കോൺഗ്രസിന്റെ മിഷൻ 25-ൽ ആരാധനാലയങ്ങളിൽ കടന്നുകയറാൻ പ്രവർത്തകർക്ക് പ്രത്യേക നിർദ്ദേശം. വർഗീയ സംഘടനകളും വിശ്വാസവിരുദ്ധരും ആരാധനാലയങ്ങളിൽ കടന്നു കയറിയെന്നും KPCC സർക്കുലർ. ഇടതുപക്ഷ സ്വഭാവമുള്ളവർക്കെതിരെ RSS നടത്തുന്ന അതേ പ്രചരണമാണ് KPCCയും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി കോൺഗ്രസ് തയ്യാറാക്കിയ മിഷൻ 25-ലാണ് വിവാദമായ നിർദ്ദേശങ്ങളുള്ളത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന മുഖവരയോടെ ആരംഭിക്കുന്ന ഭാഗത്തിൽ പറയുന്നത് ഇതുപോലെയാണ്: വിവിധ മതസംഘടനകളുമായും ആരാധനാലയങ്ങളുമായുള്ള ബന്ധം കോൺഗ്രസുകാർക്ക് കുറഞ്ഞു. ഇത് കാരണം വർഗീയ സംഘടനകളും വിശ്വാസവിരുദ്ധ നിലപാടുകളുള്ള പാർട്ടികളും അവിടെ നുഴഞ്ഞു കയറി. ഇതുമൂലം കോൺഗ്രസിന് സാധാരണ ജനങ്ങളുമായുണ്ടായിരുന്ന ഇഴയെടുപ്പം നഷ്ടപ്പെട്ടു. ഈ പോരായ്മ അടിയന്തരമായി പരിഹരിക്കണം. ഇതിൽ ആദ്യ ഭാഗം കേരളത്തിൽ പൊതുവെ മതേതര സമൂഹം ചർച്ച ചെയ്യുന്ന ഗൗരവമായ കാര്യം തന്നെയാണ് എന്ന് സമ്മതിക്കാം. എന്നാൽ രണ്ടാം ഭാഗത്ത് ആരാധനാലയങ്ങളുമായി സഹകരിക്കുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ളവർക്കെതിരെ BJP നടത്തുന്ന അതേ പ്രചാരണമാണ് KPCC സർക്കുലറിലും പറയുന്നത് എന്നതാണ് ഗൗരവതരം. ആരാധനാലയങ്ങളിലെ വർഗീയ കടന്നുകയറ്റം എല്ലാ മതേതര വിശ്വാസികളുമായും കൈകോർത്തു ചേർക്കും എന്ന് പറയേണ്ട രാഷ്ട്രീയ കക്ഷിയാണ് ഈ നിലപാട് കൈക്കൊള്ളുന്നത്. CPIM ആരാധനാലയങ്ങളിൽ കയറുന്നതിനെതിരെ തന്നെയാണ് ഈ പരാമർശമെന്ന് കോൺഗ്രസ് വക്താവ് രാജു P. നായർ കൈരളി ന്യൂസിലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും ഇല്ലാതാക്കുന്നതാണ് മിഷൻ 25 സർക്കുലറിലെ വിവാദ പരാമർശമെന്ന വിമർശനമാണ് ഉയരുന്നത്. കോൺഗ്രസ് സംഘപരിവാറിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന വിമർശനത്തിന് പുതിയ ഒരു തെളിവ് കൂടിയാവുകയാണ് KPCCയുടെ മിഷൻ 25 സർക്കുലർ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.